ഹായ് ഫ്രണ്ട്സ്, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു, അഥവാ അമേഠിയിൽ മത്സരിക്കുന്നില്ല. അതൊരു ഒളിച്ചോട്ടമല്ലേ? സംശയിക്കുന്നവരുണ്ട്. ഏതാണെങ്കിലും മത്സരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ആശ്വാസം. ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അതിന് പല മാനങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ജയിക്കാമെന്നില്ല. ശ്രീമതി സ്മൃതി ഇറാനി മലപ്പുറത്ത് വന്ന് രാഹുലിനെ വെല്ലുവിളിച്ചു. ധൈര്യമുണ്ടോ അമേഠിയിൽ മത്സരിക്കാൻ? അപ്പോൾ രാഹുലിന് മറുപടി ഉണ്ടായില്ല. അത് വലിയ പരാജയം തന്നെയാണ്. കാരണം BJPയുടെ അവകാശവാദം എന്ന് പറയുന്നത് രാഹുൽ അമേഠിയിൽ ഒളിച്ചോടി തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കുന്നു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പച്ചക്കൊടി, പാകിസ്ഥാന്റെ കൊടി. അപ്പോ തീവ്രവാദി ബന്ധവും ആരോപിക്കാം. ഈ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ കോൺഗ്രസ് കഴിഞ്ഞില്ല. ഇത്രയും കാലമായിട്ട് 2 ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നല്ല ബുദ്ധി തോന്നിയത്. ഒരുപക്ഷെ ആദ്യം തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് കോൺഗ്രസ് അണികൾക്ക്, ഇന്ത്യ മുന്നണിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് അത് ശക്തമായ ഊർജം പ്രദാനം ചെയ്തേനെ. വൈകിപ്പോയില്ലേ എന്ന് സംശയം. ഇന്നേ ദിവസം ഒറീസ പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചിത്ര മൊഹന്തി തൻ്റെ സ്ഥാനാർത്ഥിത്വം അവസാന നിമിഷം പിൻവലിച്ചു. എന്തുകൊണ്ട്? കാശില്ലെന്ന് അവർ പറയുന്നത്. സംഭവമല്ല, ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കില്ല. അത് തന്നെ കാര്യം. പുരിയിൽ മാത്രമല്ല, ഇൻഡോർ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും ഇത് സംഭവിച്ചു. അല്ലെങ്കിൽ BJP നോക്ക്, 20 മണ്ഡലങ്ങളുണ്ട് കേരളത്തില്. ഒരു സീറ്റിൽ പോലും ജയിക്കുന്ന ഒരു ഉറപ്പുമില്ല. എങ്കിലും ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് 1 വർഷം മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ത്രിപുര പിടിച്ചില്ലേ? ബംഗാൾ ഏകദേശം പിടിക്കാൻ പോവുകയാണ് അധികം താമസിയാതെ. അടുത്ത ലക്ഷ്യം കേരളമാണ്. ജയിച്ചാലും ഇല്ലെങ്കിലും ശക്തമായ മത്സരം 20 മണ്ഡലങ്ങളിൽ കാഴ്ചവെക്കുവാൻ NDA സഖ്യത്തിനായി. കുറഞ്ഞപക്ഷം 4-5 സീറ്റുകളിലെങ്കിലും 2ാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ആ മത്സര സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മത്സരിക്കണം. അതിലുപരി ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയോടായിരുന്നോ ശ്രീമാൻ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത്? BJPയോട് മത്സരിക്കണം. BJPക്ക് പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും സംസ്ഥാനമാകാമായിരുന്നു. പുലിയെ അതിന്റെ മടയിൽ പോയി ആക്രമിക്കണം. അതാണ് രാഷ്ട്രീയ ആത്മവീര്യം എന്ന് പറയുന്നത്. ഏതാണെങ്കിലും റായ്ബറേലിയില് രാഹുൽ ഗാന്ധി, അമേഠിയില് KL ശർമ്മ അമേഠിയില് സുപരിചിതനായ ഒരാളൊന്നുമല്ല, അത്ര വലിയ നേതാവുമല്ല. ഗാന്ധി കുടുംബത്തിന്റെ ആശ്രിത വത്സൽ എന്നുള്ളത് കവിഞ്ഞ് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു മത്സരം അത്ര തന്നെ. ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ ആ മനുഷ്യനാവുകയില്ല. അവിടാണ് പ്രശ്നം. ശക്തമായി തന്നെ മത്സരിക്കണം. ജയമോ തോൽവിയോ അത് അത്ര തന്നെ പ്രസക്തമല്ല. അതിനേക്കാൾ പ്രസക്തി എന്ന് പറയുന്നത് ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോക്ക്, AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ, ജയിലിലാണ്. പക്ഷെ ഭാര്യ അടങ്ങിയിരിക്കുന്നില്ല. ഗുജറാത്തിൽ പോയി മത്സരിക്കുകയാണ് BJPക്കെതിരെ, ഇന്ത്യ മുന്നണിക്കെതിരെ അല്ല. അതാണ് രാഷ്ട്രീയ മത്സരം എന്ന് പറയുന്നത്. കണ്ടുപിടി കോൺഗ്രസേ.